എല്ലാവർക്കും നമസ്കാരം. ഒരു മഹത്തായ യാത്രയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. ഏറെ പേരും വലിയ ആശങ്കയിലായിരുന്നു, ഞാൻ ഉൾപ്പെടെ. മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ ഞാൻ കരുതുന്നത് സംഘാടകർക്ക് പോലും ഇത് വിജയകരമാകുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. ദൈവം നമ്മെ നയിച്ചു, നമ്മൾ ഒരുമിച്ച് നടന്നു എന്ന വളരെ സന്തോഷത്തോടുകൂടി ഈ അവസാന ദിവസത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മെ നയിക്കുന്ന പ്രിയപ്പെട്ട ഗ്രിഗറി അച്ഛൻ, ഏറെ പ്രിയപ്പെട്ട ജെയ്സൺ സാർ, അതുപോലെ തന്നെ നമ്മെ നയിക്കുന്ന ജോബിൻ സാർ, ജൂലിയൻ സാർ, പ്രിയപ്പെട്ട എല്ലാ ആനിമേറ്റർമാർക്കും കോർഡിനേറ്റർമാർക്കും നമ്മളെ നയിച്ച ബഹുമാന്യരായ വൈദികർക്കും ഒക്കെ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഈശ്വരന്റെ വലിയ കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥന നയിക്കുന്നതിനായിട്ട് ശ്രീമതി ജസീന്തയെ സ്വാഗതം ചെയ്യുന്നു. നേതൃത്വ പരിശീലന ഗ്രൂപ്പ് KRLCBC എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ഒക്ടോബർ 15 മുതൽ ജനുവരി 26, 2026 അവസാനിക്കുന്ന സ്പീച്ച് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് മാസ്റ്റർ ഓഫ് സെറമണി റോയി, വെൽക്കം അഡ്രസ് പറയുന്ന രേഷ്മ, സ്പീച്ച് മോഡുലേഷൻ ഏറെ ബഹുമാനപ്പെട്ട ഫാദർ ഗ്രിഗറി, കൺക്ലൂഡിംഗ് സ്പീച്ച് ജെയ്സൺ ആദംപള്ളി, വോട്ട് ഓഫ് താങ്ക്സ് സിനി ആന്റണി, ക്ലോസിംഗ് പ്രയർ ജാൻസി പി ജോർജ്, ഞങ്ങളുടെ അനിമേറ്ററായ സിസ്റ്റർ ആശാബനൻ, സിസ്റ്റർ ബ്രിജിത്തൻ, എല്ലാവരെയും ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനത്തെ ക്ലാസ് ആയ ഇന്നത്തെ ആരംഭിക്കാം. സ്വർഗസ്ഥനായ നമ്മുടെ സ്നേഹനിധിയായ ദൈവമേ, ഈ വിശുദ്ധ സമയത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കൂടിച്ചേരാൻ അവസരം നൽകിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ മീറ്റിംഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ നാമത്തിൽ മഹത്വം നൽകുന്നതായിരിക്കട്ടെ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും തീരുമാനങ്ങളെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിലൂടെ നയിക്കണമേ. പരസ്പരബോധവും സഹകരണവും സത്യവും നീതിയും ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ തീരുമാനങ്ങളും നന്മയിലേക്കും സമാധാനത്തിലേക്കും നയിക്കപ്പെടട്ടെ. ഇവയെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃത്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടരുതേ, പിന്നെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും ഈശ്വരിയായിരിക്കട്ടെ. ഈശ്വര ചൈതന്യത്തിനായി മനോഹരമായി പ്രാർത്ഥന നയിച്ച ശ്രീമതി ജസീന്തയ്ക്ക് നന്ദി. ഇനി നമ്മൾ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നേഹപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുക എന്നത് ഏതൊരു പരിപാടിയുടെയും ആരംഭത്തിന് ശുഭകരമായ തുടക്കം കുറിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ഈ പരിശീലന പരിപാടി ആരംഭിക്കുന്ന ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രസംഗങ്ങളെ കുറിച്ച് ഗ്രിഗറി അച്ഛൻ പറഞ്ഞു ഓർക്കുകയാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന പ്രസംഗവും സ്വാഗത പ്രസംഗമായിരുന്നു. അച്ഛനോടുള്ള നന്ദി വീണ്ടും മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മനോഹരമായ സായാഹ്നത്തിൽ നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട രേഷ്മയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദരണീയ അധ്യക്ഷരെ, പ്രിയപ്പെട്ട മുഖ്യാതിഥിയെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ,
സ്പീച്ച് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന ഈ മഹത്തായ പരിപാടിയുടെ ഫൈനൽ സെക്ഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് നേതൃത്വ കഴിവുകളുടെ വളർച്ചയ്ക്കുമായി ഇന്ന് നമ്മോടൊപ്പം ഈ മനോഹരമായ സമയം പങ്കിടാനെത്തിയ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിശീലനത്തിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുകയും ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഫാദർ ഗിഗറി അച്ഛന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകളും അനുഭവങ്ങളും നമ്മൾ ഓരോരുത്തർക്കും ശക്തമായ പ്രചോദനമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ജൂലിയൻ സാറിനെയും ജേസൺ സാറിനെയും മറ്റു കോർഡിനേറ്റേഴ്സിനെയും നമ്മുടെ ഈ മറ്റു ഗ്രൂപ്പിലുള്ള എല്ലാ അനിമേറ്റേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കാൻ പരിശ്രമിച്ച എല്ലാ സംഘടകർക്കും, സഹകരണങ്ങൾ നൽകിയ എല്ലാവർക്കും, സാന്നിധ്യം കൊണ്ട് ഈ വേദി അനുഗ്രഹിച്ച പ്രിയപ്പെട്ട എന്റെ എല്ലാ പങ്കാളികൾക്കും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തോട് ഈ സമ്മേളനം എല്ലാവർക്കും അറിവും ആത്മവിശ്വാസവും നൽകുന്ന അനുഭവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ സ്വാഗത വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. നന്ദി രശ്മ. ഒരു അത്ഭുതകരമായ യാത്ര, അതിന് വിജയമുണ്ടാകുന്നത് അവിടെ ദൈവികമായ ഒരു കരസ്പർശനം ഉണ്ടാകുമ്പോഴാണ്. ഒരു ഗുരുവിന്റെ കരസ്പർശനം. യേശു തന്റെ ആദ്യത്തെ അത്ഭുതം കാനായിലെ വിവാഹ വിരുന്ന് നിർവഹിക്കുന്നതിനെ കുറിച്ച് മനോഹരമായി പ്രതിപാദിക്കുന്ന ഏറ്റവും ചെറിയ പ്രസംഗമെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ദ മാസ്റ്റർ ടച്ച് ആൻഡ് ദ വാട്ടർ ബ്ലെസ്ഡ് എന്നുള്ളതാണ്. ഗുരു സ്പർശിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിവർത്തനം നമ്മളും അനുഭവിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആ വലിയ സ്പർശനം നമുക്ക് തന്നുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട ഗ്രിഗറി അച്ഛനാണ്. സമയവും നേതൃത്വവും ഒരുപക്ഷെ പലർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഈ പരിപാടിയെ വിജയകരമാക്കുന്നതിൽ ഇത്രയും വലിയ പങ്ക് വഹിച്ചത് ഗ്രിഗറി അച്ഛനാണ്. അച്ഛ, എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട്. പലപ്പോഴും പല ക്ലാസ്സുകളിലും അച്ഛൻ വോയിസ് മോഡുലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഞങ്ങളെ ഒരുക്കുകയാണ്. അച്ഛന്റെ വാക്കുകൾക്കായി കാതോർക്കാം. മനസ്സും ഹൃദയം തുറന്ന് നമുക്ക് അച്ഛനെ ശ്രവിക്കാം. താങ്ക് യു വെരി മച്ച്. സോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അവസാനത്തെ ദിവസത്തെ എൻകൗണ്ടറിലാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പുതിയ വിഷയമൊന്നും ഞാൻ പറയുന്നില്ല. ചില വിഷയങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് നേതാവെന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുടെ ഒരു സൂചനകൾ മാത്രം നൽകി പോവുകയാണ്. ശരി, നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും ഉന്നമനത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി നമ്മൾ തുടക്കം മുതൽ ലക്ഷ്യം കണ്ടത്. അപ്പൊ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ മികവനുസരിച്ചായിരിക്കും. അത് നമ്മൾ നടത്തുമ്പോഴും നമ്മൾ എപ്പോഴും മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. ഞാൻ സാധാരണ മറ്റ് നേതാക്കളെ പോലെ അല്ല. എന്റെ നേതൃത്വം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതൊരു വലിയൊരു ബോധ്യമായിട്ട് നമ്മുടെ ഇതിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പറയുന്ന ഒരു 6 തത്വങ്ങൾ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ നേതൃത്വ ശൈലികളിൽ ഉണ്ടായിരിക്കേണ്ട 6 തത്വങ്ങൾ, അതായിരിക്കണം നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യമാക്കേണ്ടത്. അത് പറഞ്ഞിട്ട് ഞാൻ 2-3 നേതാക്കന്മാരെന്ന് പരിചയപ്പെടുത്തും. അപ്പൊ സഭയുടെ കാഴ്ചപ്പാടില്, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നേതൃത്വ ശൈലിയിൽ നാം ലക്ഷ്യമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ മാനവ മാന്യത. ഓരോ മനുഷ്യരും ഡിഗ്നിഫൈഡ് ആണ്. ദൈവികതയുടെ ഛായ നിറഞ്ഞ മക്കൾ ഓരോരുത്തരും തന്നെ ഡിഗ്നിഫൈഡ് ആയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാന്യതയുണ്ട്. മനുഷ്യരെന്ന രീതിയിൽ ആണായാലും പെണ്ണായാലും കുട്ടിയായിരുന്നാലും യുവാവായിരുന്നാലും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു മാന്യതയുണ്ട്. അപ്പൊ ഈ മാന്യതയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും പണ്ട് കാലങ്ങളിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും അധികാരത്തിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ
ഒരുമാതിരി സമൂഹത്തില് വിവേചനം നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ വിവേചനം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇപ്പോഴും താഴ്ന്ന രീതിയിൽ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് നമുക്ക് ആദ്യം നമുക്കതിൽ നിന്നൊരു മോചനം ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഞാനും മാന്യനാണ്, ഞാൻ ക്രിസ്തുവിന്റെ ആ രക്തത്തിൽ പങ്കുചേർന്നുകൊണ്ട് എനിക്കൊരു മാന്യമായ സ്ഥാനമുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ അത് സ്വന്തമായിട്ട് ഉണ്ടാകുക. അങ്ങനെ ഉണ്ടായിട്ട് ഓരോ വ്യക്തികളെയും ആ ഒരു ചിന്തയോടുകൂടി കാണുന്നു. എല്ലാവർക്കും അവരുടേതായ മാന്യത നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവര് ഏത് വിഭാഗത്തിലായിരുന്നാലും, ഏത് നിറത്തിലായിരുന്നാലും, ഏത് സംസ്കാരത്തിൽ നിന്ന് വന്നാലും ആ ഒരു സാംസ്കാരികവും അവരുടെ ജീവിത പശ്ചാത്തലവും ഒക്കെ പരിഗണിക്കാതെ അവരായിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മാന്യതയോടുകൂടി കാണുന്നത്. അപ്പൊ ഒരു മാന്യത വളർത്തിയെടുക്കുക, മാന്യത ഉയർത്തിക്കൊണ്ടുവരിക, അതായിരിക്കണം ഒന്നാമത്തതായിട്ട് സഭ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് പൊതു നന്മ. ഇപ്പൊ നമ്മള് ഏതൊരു പ്രവർത്തനം നടത്തുമ്പോൾ പൊതു നന്മയെ ലക്ഷ്യമാക്കിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. അപ്പൊ ഒരു നേതാവിന്റെ പ്രധാനപ്പെട്ട കടമ അതാണ്. നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ നന്മയിലേക്ക് ഉപയോഗിക്കുക, എന്റെ നന്മ എന്നതുപോലെ സമൂഹത്തിന്റെ നന്മയിലേക്ക് ഉപയോഗിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണമെന്ന് സഭ പഠിപ്പിക്കുന്നു. അപ്പൊ ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്റെ മാത്രമല്ല, നന്മ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും നന്മയാണ്. അപ്പൊ എനിക്കും അതിൻ്റെതായ ഒരു ഭാഗമുണ്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ ഭാഗമുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മുടെ മനോഭാവങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നിലനിൽക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ബോധമായിട്ട് സഭ പഠിപ്പിക്കുന്നത് പൊതു നന്മയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സാമൂഹിക ധർമ്മം നിറവേറ്റേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് സഭ നൽകുന്നത് ബോധപൂർവ്വം മനസ്സിലാക്കാൻ ശ്രമിക്കും. മൂന്നാമത് ഒരു സോളിഡാരിറ്റി, ഒരു ഐക്യം എല്ലാവരുമായിട്ട്. അപ്പൊ നമ്മുടെ വിശ്വാസികളോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെയുള്ള ഒരു തുറന്ന മനോഭാവവും ഒരു ഐക്യബോധവും നമ്മൾ വളർത്തുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാണ്. അപ്പൊ ആ ഒരു മനോഭാവം, ഒരു ഐക്യദാർഢ്യം, എനിക്ക് എല്ലാവരുമായിട്ട് ഐക്യത്തിൽ പോകാനുള്ള ഒരു മനോഭാവം, അതൊരു തുറവിയാണ്. ആ ഒരു തുറവി നമുക്ക് സംലപ്തമാകണമെന്ന് സഭ പഠിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു തുറവിയോടുകൂടിയായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. ആ ഒരു ഐക്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അപ്പൊ കാരണം പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ കൊറിന്ത്യർക്ക് എഴുതിയ പൗലോസ്ലീഹ പറയും, നമ്മള് അപ്പോളോയുടെ ഒന്നോ അല്ലെങ്കിൽ കർത്താവിന്റെ എന്നോ പൗലോസിന്റെ എന്നോ ആൾക്കാരെന്ന് പറഞ്ഞ വിഭാഗീയതയിലേക്ക് പോകാൻ പാടില്ല. വിഭാഗീയത എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ചേർന്നല്ല. അവിടെ നിന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദം കൂടാതെ ഏക ശരീരത്തിൽ ഒന്നാകാൻ വേണ്ടി നമ്മൾ വിളിച്ചു ചേർക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോഡി, അതാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബോഡിയിലേക്ക്, ഒരു ശരീരത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ആ ഒരു ശരീരത്തിൽ ഐക്യത്തിൽ നിലനിർത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്ക് വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് ആകാം, പക്ഷെ നമ്മള് ലത്തീൻ കത്തോലിക്കർ എന്ന രീതിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവരെയും ഐക്യത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഐക്യത്തിൽ നിലനിർത്താൻ വേണ്ടി എപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. അപ്പൊ അത് നമ്മൾ ഒരിക്കലും എന്റെ കാഴ്ചപ്പാട്, എന്റെ താല്പര്യം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഐക്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നിലകൊള്ളണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ പ്രയോറിറ്റി എന്റെ കമ്മ്യൂണിറ്റി ആയിരിക്കും. എന്റെ കമ്മ്യൂണിറ്റിയാണ് പ്രധാനം. അപ്പം നമുക്കറിയാലോ, വളരെ മനോഹരമായ ഒരു എക്സാമ്പിളാണ് സ്നാപയോഹന്നാൻ നമുക്ക് നൽകുന്നത്. അവൻ വളരണം, ഞാൻ തളരണം. യേശുക്രിസ്തു കടന്നു വന്നപ്പം ഈ സ്നാപയോഹന്നാൻ പയ്യെ അങ്ങ് മാറിക്കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവിന് കൂടുതൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഉയർത്തിക്കാട്ടുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണം. ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകുള്ളൂ. ഇപ്പൊ എല്ലായിടത്തും എന്നെ പ്രതിഷ്ഠിക്കുവാനും എന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഉതകുന്ന ഒരു സാമൂഹ്യ ബോധമല്ല നമുക്കുണ്ടാകേണ്ടത്. എല്ലാവരും ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ ബോധം. അതോടൊപ്പം തന്നെ നാലാമതായിട്ട് സഭ പഠിപ്പിക്കുന്നത് ഒരു അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു സമീപനമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ നമുക്ക് കാര്യങ്ങളുടെ പങ്കുവെച്ചു കൊടുക്കുന്ന, എല്ലാവരെയും പങ്കാളികളാക്കുന്ന ഒരു ശൈലി. നമുക്ക് കത്തോലിക്ക സഭയിൽ ഒരിക്കലും ഡെമോക്രാറ്റിക് പ്രോസസ് ഇല്ല, ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളതില്ല. മറിച്ച് എല്ലാവരെയും പങ്കുകാരാക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കണം നേതൃത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നേതാക്കന്മാരെന്ന രീതിയിൽ എങ്ങനെ എനിക്ക് മറ്റുള്ളവരെ പങ്കുകാരാക്കാൻ കഴിയും, എന്റെ പ്രക്രിയ, നമ്മുടെ പ്രക്രിയ പങ്കുകാരാക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ്. അപ്പൊ നമ്മൾ മാറി നിൽക്കുന്നവരോടൊന്ന് ഡയലോഗ് ചെയ്യേണ്ടി വരും, അവരെ എല്ലാവരും ഉൾക്കൊള്ളുവാൻ വേണ്ടുന്ന ഒരു മനോഭാവത്തോട് സമീപിക്കേണ്ടി വരും, അല്പം മെനക്കെടേണ്ടി വരും, ഇറങ്ങിച്ചെല്ലേണ്ടി വരും. അങ്ങനെയുള്ള ഒരു അത് സഭയുടെ പഠനങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണുന്നതാണ്. നമ്മൾ അതിനെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയറിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്കും അധികാരം എത്തുന്ന, താഴേക്കിടയിൽ എത്തുന്ന ഒരു സംവിധാനമായിരിക്കണം. പങ്കാളിത്തത്തിന് ഒരു മനോഭാവം ഉണ്ടാണ്. അഞ്ചാമത്, ദരിദ്രർക്കായവർക്ക്, ഏറ്റവും വേദന അനുഭവിക്കുന്നവർക്കായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് നമ്മുടെ ഈ നേതൃത്വ ശൈലിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു സമൂഹത്തിലെ നേതൃത്വം കൈയാളുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആരാണ്, ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പരിഗണിക്കുക എന്നുള്ളതാണ്. കാരണം
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും വളർച്ചയായിരിക്കണമല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം തീരെ അവശത അനുഭവിക്കുന്ന, തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, തീരെ പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്കായിരിക്കണം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ എന്ന് സഭയുടെ പഠനങ്ങളിൽ കാണും. അപ്പൊ ഈ ഒരു മനോഭാവം, താഴ്ന്നവർക്ക് കൂടുതൽ പ്രാധാന്യം, ആ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവം മുൻപേ നടന്നു പോകുന്നവർ കാണിച്ചെടുക്കണം. അതുപോലെ തന്നെ ആറാമതായിട്ട് സഭയുടെ പഠനങ്ങൾ നമ്മൾ കാണുന്നത് സൃഷ്ടിയെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. സംരക്ഷണ മനോഭാവമായിരിക്കണം. ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് എല്ലാം നന്നായിരിക്കുന്നു എന്ന് കണ്ടു എന്നാണ് പറയുന്നത്. ബൈബിളിലെ സൃഷ്ടിയുടെ വിവരണം നമുക്കറിയാം. 6 ദിവസം കൊണ്ട് കർത്താവ് സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചപ്പോൾ ഓരോ ദിവസവും അവിടെ നിന്ന് പറഞ്ഞ് കൊള്ളാം, നന്നായിരിക്കുന്നു. മനുഷ്യന്റെ കാര്യം വന്നപ്പോൾ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നന്നായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ ഈ നന്നായിരിക്കുന്ന പ്രപഞ്ചത്തെ നന്നായി പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ നേതൃത്വത്തിലേക്ക് വരണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടി സംരക്ഷിക്കുക, ദൈവത്തിന്റെ പരിപാലനത്തിൽ നമ്മളെ തന്നെ നിലനിർത്തുക, അങ്ങനെയുള്ള ഒരു ദൗത്യത്തിലേക്കാണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മള് ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ പിന്നോക്കത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി, ബലഹീനതയിൽ നിന്ന് ബലവാന്മാരാക്കാൻ വേണ്ടി നേതാക്കന്മാര് സംരക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത തലം. അപ്പൊ ഞാൻ തപ്പി നോക്കിയപ്പോൾ നമ്മുടെ സമൂഹത്തില് ഇങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും ഞാൻ കൂടുതലും നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു ആളാണ് ഈ വിനോബാ ഭാവെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ആരനാട് ട്രിവാൻഡ്രം ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സെന്ററൊക്കെ ഉണ്ട്. മഹാരാഷ്ട്രക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സമീപനം എന്ന് പറയുന്നത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ സ്വയം ശാസനയും ആന്തരിക രൂപീകരണം, അതാണ് അദ്ദേഹം ലക്ഷ്യമാക്കിയത്. ഇപ്പൊ വിനോബായി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു ഭൂദാനത്തിന് വേണ്ടി ഈ ആളുകൾക്ക് അവർ സ്വന്തമായിട്ട് ഭൂസ്വത്ത് കിട്ടുവാനും ആളുകളെ പ്രബുദ്ധരാക്കാനും ഒക്കെ സ്വയം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സ്വയം ശാസനയും ആന്തരിക രൂപീകരണം. അപ്പൊ നമ്മുടെ അദ്ദേഹം അതനുസരിച്ചാണ് അവിടെ കർഷകരെയും അവിടുത്തെ സാധാരണക്കാരെയും ഏകോപിപ്പിക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് ഭൂസമരണത്തിന് വേണ്ടിയൊക്കെ സമരങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പം മഹാരാഷ്ട്രയിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവരുടെ പരിഷ്കാരങ്ങളിൽ അവർ കാണുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വലിയ പരിഷ്കർത്താവ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നിന്നത് ഇങ്ങനെ സാധാരണക്കാർക്ക് സ്വത്ത് കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അപ്പൊ അദ്ദേഹം അവലംബിച്ച മാർഗമാണ് പ്രധാനപ്പെട്ടത് സ്വയം ശാസന, ആന്തരിക രൂപീകരണം. അപ്പം ഞാൻ എന്നെ തന്നെ ശാസിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഞാൻ ക്രമപ്പെടുത്തിക്കൊണ്ട് ആന്തരികമായി രൂപീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നേതൃത്വത്തിലേക്ക് വേണ്ടത്. ഇത് അത് എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി. അദ്ദേഹം അത് അവലംബിക്കുകയും ആ സമുദായത്തിലും സമൂഹത്തിലും പെട്ട ആളുകളോട് പറയുകയും ചെയ്തു, നമ്മൾ സ്വയം ശാസിച്ച് മുന്നോട്ട് പോകണം. സ്വയം ശാസിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും അതുപോലെ തന്നെ നമ്മൾ ഈ ആന്തരികമായ രൂപീകരണം നടത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ സമൂഹത്തിന് സമഗ്രമായ വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ വളരുക എന്നുള്ളതല്ല, നമ്മൾ ഒരുമിച്ച് എങ്ങനെ വളരാൻ കഴിയും, എന്നിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് വളരുക എന്നുള്ളതാണ് ഈ നേതൃത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശൈലിയായിട്ട് വളരേണ്ടത്. അപ്പൊ അതാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള ഇടപെടലെല്ലാം ഈ പറയുന്ന ഒരു മനോഭാവമായിരുന്നു. അവര് എന്നെ തന്നെ ഞാൻ നിയന്ത്രിച്ചുകൊണ്ട് എന്റെ സമൂഹത്തിന്റെ ആന്തരികമായ പരിവർത്തനത്തിന് വിധേയമാകുന്നു. കാരണം ഈ ആന്തരികമായ ഒരു ചൈതന്യം ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കത്തില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മിഷണറിമാര് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് ചെയ്തത് ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പുരോഗതിയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭൗതികമായ പുരോഗതിയിലേക്ക് നമ്മൾ മാത്രം ലക്ഷ്യം വെച്ചാൽ ഭൗതികമായ നേട്ടങ്ങളിലൂടെ സ്വാർത്ഥത വരികയും സ്വന്തം താല്പര്യങ്ങളുടെ പുറകെ പരക്കം പായുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ നേതൃത്വ ശൈലിയിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു പ്രത്യേകത ആന്തരികമായ ആത്മീയമായ രൂപീകരണമാണ്. അപ്പൊ അതിന് ഞാൻ എന്നെ തന്നെ സ്വയം ഡിസിപ്ലിൻ ചെയ്യേണ്ടതുണ്ട്. എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ട് ആന്തരികമായ പരിവർത്തനം നടത്തിയിട്ട് അതിലേക്ക് ആളുകളെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരും. ഇങ്ങനെ പരിവർത്തിതമായ ഒരു മാർഗം, അല്ലെങ്കിൽ സ്വയം രൂപീകരിക്കപ്പെടുന്ന ഒരു മാർഗം, അങ്ങനെ നമ്മൾ എല്ലാവരെയും സ്വയം രൂപീകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന രീതിയിൽ അവരോടൊപ്പം ആയിരുന്നുകൊണ്ട്, അതാണ് നമുക്ക് കർത്താവ് നൽകുന്ന മാതൃക. കർത്താവ് എന്താ ചെയ്ത് ഇൻകാർണേറ്റ് ചെയ്തു, അവതരിച്ചു. 2 മനോഹരമായ ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഇടയിൽ വസിച്ചു. രണ്ടാമത് നമ്മൾ കാണുന്ന എമ്മാവുസിലേക്ക് പോകുന്ന കർത്താവിനെ കൂടെ നടന്നുകൊണ്ട് അവരെ കേട്ടുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കർത്താവ്. അപ്പൊ കർത്താവിന്റെ ശൈലി എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കലും അകന്നു നിന്നുകൊണ്ടോ ദൂരെ മാറി നിന്നുകൊണ്ടോ അല്ല നേതൃത്വത്തെ വിജയപ്രദത്തിൽ എത്തിക്കുന്നു. അപ്പൊ നമ്മുടെ സമൂഹം വളരാത്തതിന് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നേതാക്കന്മാര് ഒരു തരത്തിലും അനുയായികൾ വേറെ തരത്തിൽ നിൽക്കുകയാണ്. അതിന്റെ ഫലമായിട്ട്
നമ്മുടെ നേതാക്കന്മാർ, ഒറ്റപ്പെട്ട നേതാക്കന്മാർ നമുക്കുള്ളൂ. ഇപ്പം നമ്മള് രാഷ്ട്രീയത്തിൽ നോക്കിയായിരുന്നാലും മറ്റു മേഖലയിലൊക്കെ. അപ്പൊ അവരുടേതായ രീതിയിൽ അങ്ങനെ ഉയർന്നു പോകുന്നു. പക്ഷെ അവര് താഴേക്കിടയിൽ ഇറങ്ങി വന്നുകൊണ്ട് വളർത്താൻ തന്നെ അവര് മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ രൂപതയിൽ ഒരു വൈദികനുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ പാവപ്പെട്ട കുട്ടികളെയും പഠിപ്പിക്കുകയുണ്ടായി. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഓരോരുത്തരും ജോലി നേടി അവരുടെ പാട്ടിന് പോയി. അവര് ജോലി നേടിയിട്ട് നമ്മുടെ കൂടെ ഒരാളെ കൂടെ പഠിപ്പിക്കണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായില്ല. അപ്പൊ നമ്മളെ ആളുകൾ പലപ്പോഴും അങ്ങനെയാണ്. സ്വന്തം നമ്മളിൽ നിന്ന് മറ്റുള്ള നിന്നൊക്കെ സാമ്പത്തികമായും പല രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ കരകതി അവർ സ്വന്തം അങ്ങ് പുരോഗമിക്കും. പക്ഷെ ഞാൻ പുരോഗമിക്കുന്നതോടൊപ്പം ഒരാളെയെങ്കിലും കൊണ്ട് ഉയർത്തിയെടുക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് കാണുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മീയമായ രൂപീകരണം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നമ്മുടെ നേതൃത്വ ശൈലിയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു ചൈതന്യം കൂടെ കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ ആത്മീയമായ ചൈതന്യം കൊടുത്തുകൊണ്ട് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെയും വളർത്തിയെടുക്കുന്ന ഒരു വിശാല മനസ്ഥിതി രൂപപ്പെടുന്നതിന് കാരണമായിട്ട് മാറും. അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നവരും സഹായം കിട്ടുന്നവരും അവരവിടെ കാര്യം നോക്കി പോകും. കമ്മ്യൂണിറ്റി എപ്പോഴും അധപ്പതിച്ചു നിൽക്കും. അങ്ങനെ കമ്മ്യൂണിറ്റി വളർത്തണമെങ്കിൽ ഓരോ വ്യക്തികൾക്ക് ഒരു ആത്മീയമായ ചൈതന്യം കൊടുത്തുകൊണ്ട് രൂപീകരിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ഈ മനുഷ്യൻ ഞാൻ കണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തത് സ്വമേധയ ദാരിദ്ര്യം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് ദാരിദ്ര്യത്തിന്റെ അരൂപി, അതാണല്ലോ പിന്നെ ഇപ്പൊ നമ്മുടെ മദർ തെരേസ ആയിരുന്നാലും ദയാഭായി ആയിരുന്നാലും അവരൊക്കെ ചെയ്തത് ഈ പറയുന്ന ദാരിദ്ര്യത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരുവനായിട്ട് ജീവിച്ചു. ഇപ്പൊ പണവും സമ്പത്തും ഉപേക്ഷിച്ചിട്ട് സാധാരണക്കാരുടെ കൂടെ വസിച്ചുകൊണ്ടാണ് നേതൃത്വത്തിന് മാർഗം കൊടുത്തത്. അപ്പൊ നമ്മുടെ തന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷനുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചില വ്യക്തികൾ മറ്റ് മതസ്ഥരായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് ജാതിയിൽപ്പെട്ടവരായിരുന്നൊക്കെ ജയിക്കുന്നു ചോദിച്ചാൽ അവര് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക, അതാണ് പ്രധാനപ്പെട്ടത്. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. അപ്പൊ ഞാൻ ഒരു നേതാവായിട്ട് മാറണമെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ മാറണം. ഞാൻ അവരുടെ ഭാഗവും അവരെന്റെ ഭാഗവുമായിട്ട് മാറണം. അല്ലാതെ രണ്ട് ഞാൻ വലിയ ആളാണ്, നീ ചെറിയവരാണെന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും വളർച്ചയുണ്ടല്ലോ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഏത് നേതാവിനെ സംബന്ധിച്ചാലും ആ കാര്യം വ്യക്തമാണ്. അടുത്തത് ഇദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് അഹിംസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. മാർഗം പൂർണ്ണമായിട്ടും അഹിംസ നിറഞ്ഞതായിരുന്നു. അത് നമുക്ക് കർത്താവ് തരുന്ന പാഠം തന്നെയാണ്. നമ്മൾ പിന്നെ അക്രമത്തിന്റെയും ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും മാർഗമല്ല അവലംബിക്കേണ്ടത്. നമ്മുടെ മാർഗം ക്രിസ്തുകാരാണ് കാണിച്ചെന്ന ക്ഷമയുടെയും സഹനത്തിന്റെയുമാണ്. അപ്പൊ ക്ഷമയും സഹനവും അല്പം സമയം എടുക്കുമെങ്കിൽ തന്നെയും അതിനുവേണ്ടി നമ്മൾ പിടിച്ചു നിൽക്കണം, തളർന്നു പോകരുത്. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തില് നമ്മുടെ നേതൃത്വം കൈയാടുന്ന മേഖലകളിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു ധാർമ്മികമായ മാർഗം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ ധാർമ്മികമായ മാർഗമോ സ്വരമോ ഇല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിന് പാളിച്ച ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബോധപൂർവ്വം സൃഷ്ടിക്കേണ്ടത് ഒരു ധാർമ്മികമായ സ്വരത്തിനൂടെ നമ്മൾ അതിന് വിശ്വാസത്തിന്റെയൊക്കെ ശക്തി വേണം, അല്ലെങ്കിൽ പറ്റത്തില്ല. അതുപോലെ തന്നെ ജനകേന്ദ്രീകൃത സമൂഹ സജ്ജീകരണം. അപ്പൊ അദ്ദേഹം ചെയ്തത് ഗ്രാമമായി പദയാത്രകൾ നടത്തി. അപ്പം ഓരോ ഗ്രാമങ്ങളിലും ഈ പറയുന്ന ഭൂസ്വത്ത് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി ഗ്രാമങ്ങൾ തോറും നടന്ന് അവരെ സംഘടിപ്പിച്ചിട്ട് ഓരോ ഗ്രാമങ്ങളിലും, അതാണ് നമ്മുടെ കർത്താവും ചെയ്തത്. സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഓരോ ഗ്രാമങ്ങളിലും പോയി. നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ ഭാരതത്തില് തന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഭാരതത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ യാത്ര ചെയ്തു. അപ്പൊ ഇങ്ങനെ ജനങ്ങളോടൊപ്പം നടക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടാകും. അപ്പൊ പദയാത്ര എന്ന് പറഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു വീടുകൾ സന്ദർശിക്കേണ്ടി വരും, രോഗികളായിട്ടുള്ള ഒരു ആശുപത്രി സന്ദർശിക്കേണ്ടി വരും, മരണപ്പെട്ട വീടുകൾ, അങ്ങനെ അവരോടൊപ്പം നടന്നു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ നേതാവായിട്ട് നിലകൊള്ളണമെങ്കിൽ അവരോടൊപ്പം നടക്കുന്ന ഒരു പദയാത്ര ചെയ്യുന്ന ഒരു സമീപനം. അതുപോലെ തന്നെ ഈ നമ്മൾ പദയാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരോടൊപ്പം നടന്നു നീങ്ങുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം കേട്ടും അത് മനസ്സിലാക്കിയും അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി, ഇപ്പം നമ്മുടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇടവേളയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ പറയുന്ന സാധാരണ കാര്യങ്ങളാണ്. സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ പിന്നെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഡ്മിഷൻ കിട്ടുന്നില്ല, അതല്ലെങ്കിൽ ചില രോഗത്തിന്റെ പ്രശ്നം വരുമ്പോൾ അതിനു വേണ്ടിയുള്ള സാമ്പത്തികമായ സഹായം കിട്ടുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും അവർ നിരാശപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആ അവസരങ്ങളിലൊക്കെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട്, ഇപ്പൊ നമുക്ക് കേരള തലത്തിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് നമുക്ക് ഒരുപക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോഴും അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ആ പ്രശ്നത്തെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് വേണ്ടി പരിഹരിച്ചെടുക്കാൻ പറ്റും.
അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ കോളേജ് തുറക്കുമ്പോഴും സ്കൂൾ തുറക്കുമ്പോഴും അഡ്മിഷനായിട്ട് നമ്മുടെ ആളുകളോട് വരാറ്. അപ്പൊ അവിടെ ആ സമയങ്ങളിലൊക്കെ ബോധപൂർവ്വം അത് നേരത്തെ ആരംഭിക്കണം. ഇന്ന സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടും, ഇന്ന ജോലി സാധ്യതകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിയണം. അവരുടെ ജീവിതത്തിലെ ഇടപെടലുകൾ നടത്താൻ. അപ്പൊ ഓരോ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് നമ്മുടെ ജനങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇടപാടുകൾ നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കാം. സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട്, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, രോഗവുമായിട്ട് ബന്ധപ്പെട്ട്, മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇടപെടലുകൾ നടത്തേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മോടൊരു വിശ്വസ്തത ഉണ്ടാവുകയും ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പം ജനങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ കാപട്യങ്ങൾ ഒഴിവാക്കുക. സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി കപട മാർഗങ്ങളും കപട കൂട്ടുകെട്ടുകളും ഒരിക്കലും നല്ലതല്ല. അത് പിന്നെ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവം പറയാണ്, നിങ്ങൾ ഈ ശത്രുക്കളെ മറ്റേ ഇന്ന ആളുകളായിട്ട് കൂട്ടുകൂടരുത്, നിങ്ങൾ ദൈവത്തിന് മാത്രം സ്വരം കേട്ട് ജീവിക്കണമെന്ന് പല രാജാക്കന്മാരോട് പറയുന്നു. പക്ഷെ അവർ പോയി മറ്റു രാജാക്കന്മാരുമായിട്ട് കൂട്ടുകൂടുന്നു. അതിന്റെ ഫലമായിട്ട് അവർ തകർക്കപ്പെടുന്നു. ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും വിജനദേശത്തിലേക്ക് പറിച്ചെറിയപ്പെടുന്നു. വളരെ ദുഃഖകരമായ സംഭവങ്ങൾ പഴയതിൽ വായിച്ച ഒരുപാട് കാണാൻ കഴിയും. അവിടെയൊക്കെ ദൈവം പറയുന്നത് കേട്ടുകൊണ്ട് മനസാക്ഷിയുടെ ആ ഒരു സ്വരത്തിന് പ്രാധാന്യം കൊടുക്കാതെ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ബൈബിളിൽ എടുത്തു പറയുന്നു, പഴയ നിയമത്തിൽ പ്രത്യേകിച്ച്. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജനങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കണ്ടത്. അതുപോലെ തന്നെ ലാളിത്യവും സ്വീകാര്യതയും ഉണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മൾ ആൾക്കാർ വന്ന് പറയുമ്പോൾ കേൾക്കാനും അവരുടെ ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുക എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. ആളുകൾ വരുമ്പോഴൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പരിഹാരമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ നേടുകയാണ്. അപ്പൊ നേതാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അവരെ കേൾക്കുക. അതാണ് പരിശുദ്ധ പിതാവ് ഇപ്പൊ നമ്മൾ സിനഡാലിലൂടെ പറയുന്നത് ശ്രവണ സ്വഭാവമാണ്, കേൾക്കുന്ന സ്വഭാവം നോക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ആളുകളെ കേൾക്കുക, അവർ പറയുന്നത് കേട്ടുകൊണ്ട് അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അവരോടൊപ്പം ഒന്ന് കൂടി ആലോചിച്ച് അങ്ങനെ അവരെ കേൾക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാണ്. പറയുന്നതിനേക്കാൾ ഉപരി കേൾക്കുന്ന ഒരു മനോഭാവം, അത് സഭ നമ്മുടെ ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ നേതൃത്വത്തിന്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ ആളുകളെ കേൾക്കുന്നവരായിട്ട് മാറുക. അതുകൂടാതെ തന്നെ ഈ വികേന്ദ്രീകരണ പ്രക്രിയ നമ്മൾ കഴിയുന്നതും പ്രവർത്തനങ്ങളെല്ലാം വികേന്ദ്രീകരണം നടത്താൻ വേണ്ടി എല്ലാവരെയും പങ്കുകാരാക്കുക. ഇപ്പൊ 50 കുടുംബം ഉണ്ടെങ്കിൽ 50 കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ BCC ലീഡാണെന്ന് വിചാരിക്കും. BCC ലീഡാണെങ്കിൽ 19 കുടുംബം ഉണ്ടെങ്കിൽ 50 കുടുംബങ്ങളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പങ്കാളികളാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തും. അങ്ങനെ പങ്കാളികളാക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകും, അവര് നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു പങ്കാളിത്തത്തിന്റെ ഒരു സ്വഭാവം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ധാർമ്മികത, സേവന തൽപരത, അഹിംസയുടെ മനോഭാവം, മനസാക്ഷിയുടെ സ്വരം, സ്വയം പരിത്യാഗത്തിൻ്റെതായത്, ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. രണ്ടാമതൊരു കഥാപാത്രത്തെ ഞാൻ കണ്ടെത്തിയത് ഡൊറേത്തി ഡേ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പ്രവർത്തകയാണ്. അത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഇതിൽ പ്രാധാന്യം ഇല്ലെങ്കിലും എനിക്കത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നാൻ കാരണം ഇതാണ്. അവര് ഈ സ്ത്രീകളെയും താഴ്ന്ന ബലഹീനത അനുഭവിക്കുന്നവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഭവന പ്രവർത്തനങ്ങൾ, ഹൗസിംഗ് പ്രോജക്റ്റ്, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടി അപ്പൊ ആ സ്ത്രീ മനസ്സിലാക്കിയത് നമ്മുടെ അന്ന് ആ കാലഘട്ടത്തിൽ പിന്നോക്കം നിൽക്കുന്നത് സ്ത്രീകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയുള്ള പുനരുദ്ധാരണ പരിപാടികളൊക്കെ അവർ ആസൂത്രണം ചെയ്തു. അങ്ങനെ വളരെയധികം ശക്തമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിയ ഒരു സ്ത്രീയാണ്. അപ്പൊ അത് വിശുദ്ധയൊന്നുമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. ഞാൻ വിശുദ്ധരെയൊന്നും മനപ്പുറം കൊണ്ടുവരാത്തതാണ്. നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ അവരൊക്കെ സ്വയം പരിത്യാഗം ചെയ്ത് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകളാണ്. വിശുദ്ധരെന്ന് പറയുമ്പോൾ അല്പം കൂടെ പിന്നെ ആത്മീയമായിട്ട് മാത്രം ഉയർന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ നമ്മള് കൂടുതൽ സമൂഹമായിട്ടൂടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം അവരാണെങ്കിൽ യുദ്ധം ഉണ്ടായ സമയത്തൊക്കെ ആണെങ്കിൽ വീടുകൾ തോറും കയറി ഇറങ്ങി അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ എന്ത് പ്രശ്നം, ഇപ്പം നമ്മളെ നാട്ടിലിവിടെ കോവിഡ് ഉണ്ടായ സമയത്ത് നമ്മുടെ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. പക്ഷെ മുന്നോട്ട് വന്നിട്ട് വീണ്ടും ആ ഒരു ബന്ധങ്ങൾ നിലനിർത്തുവാനും അവരെ ആ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ വേണ്ടി അവരെ കൂടെ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അത് നഷ്ടപ്പെടുന്നത്.
അപ്പൊ കൂടെ ആയിരുന്നുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ സെമിനാരിൽ തന്നെ ഇവിടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ പലരൊക്കെ ഞങ്ങളുടെ സെമിനാരിലാണ് വന്ന് താമസിച്ചത്. അപ്പൊ നമ്മൾ അവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതിനുശേഷം വെള്ളം ഇറങ്ങിയപ്പോൾ പ്രദേശത്തിനൊപ്പം ഈ വീടുകളെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തു. ആ സമയത്ത് ഇവിടെ അയൽക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഒരു കുഴപ്പം പറ്റിയത്, അതെല്ലാം കഴിഞ്ഞ് അവര് സുരക്ഷിതമായപ്പം പിന്നെ അവര് നമ്മളോട് ബന്ധമല്ല, നമ്മളും അങ്ങോട്ട് പോകാതെ ബന്ധം അങ്ങ് തകർന്നു. ഇപ്പം അവര് ഒരു തരത്തിലുള്ള ശത്രുത ഉണ്ടായിരിക്കുക. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പരാജയമാണ്. നമ്മൾ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയാതെ പോകും. ബന്ധങ്ങൾ നിലനിർത്തിയാൽ മാത്രമേ നേതൃത്വം നിലനിൽക്കുകയുള്ളൂ. ബന്ധങ്ങളിലൂടെ മാത്രമേ നമ്മുടെ നേതൃത്വ ശൈലി വളരുകയുള്ളൂ. അപ്പൊ അതാണ് ഡൊറോത്തി നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം, ബന്ധങ്ങളിലൂടെ. അപ്പം വേദന അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ നമ്മൾ ചില സമുദ്ധാരണ പരിപാടികൾ ചെയ്തു. അതോടെ അവസാനിക്കുന്നില്ല. നമ്മൾ അവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്ന, പലതരത്തിലും അവശത അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രത്യേകതപരമായ കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ദരിദ്രർക്കൊപ്പം ജീവിച്ച്, അതാണ് ഈ ദൊറത്തിയുടെ പ്രത്യേകമായിട്ട് പറയുന്നത്, ദരിദ്രരോടൊപ്പം ജീവിച്ചു എല്ലാ ഉപേക്ഷിച്ചു. രണ്ടാമത് അവരെ കുറിച്ച് പറയുന്നത്, അവര് ആതിഥ്യ ഭവനങ്ങൾ, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, ഹോസ്പിറ്റൽ ഭവനങ്ങൾ ഉണ്ടാക്കി, ഭക്ഷണ കാര്യങ്ങൾ അവർക്ക് ക്രമീകരണം നടത്തി. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത് കമ്മ്യൂണിക്കേഷൻസ് കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പിന്നെ സമാധാനപൂർണമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സമാധാനപരമായ റാലികൾ സംഘടിപ്പിച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെയും അവരെ കൂടെ നിന്നുകൊണ്ട് സാമൂഹ്യമായ രീതിയിൽ പരിവർത്തനം നടത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇവിടെയൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്, നമ്മുടെ സമുദായത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പെരുമാറുന്നു എന്നുള്ളതാണ്, ജനങ്ങളോടൊപ്പം ആയിരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് സുപരിചിതമായ സ്വാമി വിവേകാനന്ദൻ, അത് പ്രധാനമായിട്ടും യുവജനങ്ങൾക്ക് പ്രബോധനം കൊടുക്കുവാനും പ്രചോദിപ്പിക്കുവാനും യുവജനങ്ങളോടൊപ്പം ഡയലോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പെട്ടു. അവരെ ജനങ്ങളോട് സംസാരിക്കാൻ, യുവജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറിയത്. പിന്നെ ജ്യോതിറാവ് ഫുലെ എന്ന് പറഞ്ഞുകൊണ്ട്, അതും ഭാരതത്തിൽ ദളിതരായ സഹോദരങ്ങളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അവരെ ഉന്നമനത്തിന് വേണ്ടി അവരുമായിട്ട് നിരന്തരം സംവാദത്തിൽ ഏർപ്പെടും. ഇവരൊക്കെ സംവാദത്തിലൂടെയാണ് വിജയിക്കുന്നത്. സംവാദം എന്ന് പറഞ്ഞാൽ ആളുകളോട് കൂടെ നിന്നുകൊണ്ട് അവരെ കേട്ട് അവരോട് സംസാരിച്ച് ഇടപഴകി അങ്ങനെ അകന്നു നിൽക്കുകയില്ല, അടുത്ത് നിന്നുകൊണ്ടുള്ള പെരുമാറ്റം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, നാരായണഗുരുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജാതി ഒരു മതം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തിക്കൊണ്ട് അവരുടെ പ്രയാസം മനസ്സിലാക്കി, അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യം മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചു. അപ്പൊ ആദ്യം അദ്ദേഹം ചെയ്തത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, നല്ലവണ്ണം സംസാരിക്കാനും പ്രസംഗിക്കുവാനും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് ആളുകളെ പ്രബുദ്ധരാക്കിയത്. കാരണം നമ്മുടെ താഴ്ന്ന വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾ ഉയർന്നു വരുവാൻ കഴിയണമെങ്കിൽ എണീറ്റ് നിന്നുകൊണ്ട് തല ഉയർത്തിയിട്ട് രണ്ടു വാക്ക് പറയാനുള്ള ഒരു ആർജവത്വം ഉണ്ടാകും, എങ്കിൽ മാത്രമേ ആളുകൾ കേൾക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ്, അതാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്തത് പ്രസംഗ പരിശീലനമായിരുന്നു. അപ്പൊ നമ്മൾ ഈ രണ്ട് കവള് പറയാൻ തക്ക രീതിയിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തൊരു പ്രാധാന്യം. അപ്പൊ അത് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം സമുദായത്തിന്റെ വളർച്ച അനിവാര്യമായിട്ട് വളരേണ്ടതെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പൊ നമ്മൾ ഏതൊരു വിഭാഗത്തിലും ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ആ ഒരു ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവരെ പഠിപ്പിക്കുവാനും പറയാനും കഴിയുന്ന രീതിയിലുള്ള ഒരു പരിശീലന പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യണം. അപ്പൊ ഇത് എന്റെ കയ്യിൽ ഒരുപാട് ആളുകളുണ്ട്, അവരെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് പലതിലേക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ പോയപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തെ വളർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ മെനക്കെട്ട് ഈ ദിവസങ്ങളുടെ ഇത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ നൽകിയ എക്സസൈസുകളൊക്കെ ചെയ്യുകയും അങ്ങനെ ഒരുമിച്ച് വരികയും ചെയ്തു. ഇത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇതിലൂടെ നമുക്ക് അനന്തര ഭാവിയിൽ ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ദൈവം നൽകിയ ഒരു സാഹചര്യം ഒരുമിച്ച് വരിക എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഞാനായിരിക്കുന്ന എൻ്റെ ഇടവകയിൽ അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ട് അവിടെ എങ്ങനെയാണ് എനിക്ക് ഒരു നേതാവായിട്ട് വളർന്നു വന്നുകൊണ്ട് ജനങ്ങളെ സമാഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് നമ്മുടെ ഒരു പദ്ധതിയായിട്ട് മാറും, ലക്ഷ്യമായിട്ട് മാറും. അപ്പൊ നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ അങ്ങ് മറന്നു പോകാതെ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് അടുത്ത വർഷമാകുമ്പോൾ ഒരു നല്ലൊരു നേതാവായി എൻ്റെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി മാറാൻ കഴിയണം. അതിന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആളുകൾ ഓരോ മേഖലകളാണ് വളർന്നു വന്നത്. അപ്പൊ നമുക്ക് പറ്റുന്ന മേഖല എന്താണ്? ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ആരോഗ്യ പരിപാലനമായിട്ടുള്ള കാര്യമായിരിക്കും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി തോട്ടങ്ങൾ നിർമ്മിക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പരിപാലനത്തിൽ ഏറ്റവും ആവശ്യമായ ചില കാര്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ കണ്ടെത്തി അതിനെ ആവശ്യം. ഇപ്പം യൂറോപ്പിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അവര് യോഗ ക്ലാസ്സിന് ഇവിടെ 1 മാസം വന്നതിന് ശേഷം ആരോഗ്യം സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചുമ്മാ യോഗ ആരംഭിക്കുക ചെയ്തു. ഇപ്പം വിദേശികൾക്കൊക്കെ അത് ഭയങ്കര ആകർഷണമായിട്ടുള്ള. അവർ വലുതായിട്ടൊന്നും ഇവിടുന്ന് പഠിച്ചതൊന്നുമല്ല. അവരിങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഏതെങ്കിലും 1 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഓൺലൈനിൽ കോഴ്സ് എന്നിട്ട് പിറ്റേ ദിവസം യോഗ ക്ലാസ് ആരംഭിക്കുക. അപ്പൊ അവിടെ അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടു. അവിടെ ജർമ്മനിൽ ഞാൻ പോകുമ്പോൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ അവർ ചുമ്മാ അതിന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, അവരിങ്ങനെ അങ്ങ് തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ അവർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്കും ഒരുപക്ഷെ അങ്ങനെ ഇനിഷ്യേറ്റീവുകൾ നമ്മൾ എടുക്കണം. ഒരുപാട് തുടക്കങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചിലപ്പോൾ ആദ്യം പരാജയപ്പെടുമായിരിക്കും, പക്ഷെ സാരമില്ല, പരാജയങ്ങളിലൂടെ നമുക്ക് പാഠം പഠിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഏരിയയിൽ എന്താ പ്രശ്നം? അപ്പൊ ആരോഗ്യത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ പ്രശ്നം, ഓക്കെ, അല്ലെങ്കിൽ ലഹരിയുടെ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ആ പ്രദേശത്തേലും കൂടെ ആൾക്കാർ ലഹരിക്ക് അടിപ്പെട്ടിരിക്കുക. നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ പറ്റും? അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുക. സമാന ചിന്തക്കാരായ കുറെ ആൾക്കാരെ കണ്ടെത്തിയിട്ട് നമുക്കിതെങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതിനെ കുറിച്ച് 5-6 ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് മാറ്റം ഉണ്ട്. അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ ബിസിസിലായിരിക്കുമ്പോൾ അവിടെ പൊഴിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഭയങ്കര മദ്യമായിരുന്നു. മദ്യത്തിന്റെ ആ ഗ്രാമത്തില് പണ്ട് ഗൗരിയമ്മ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ഈ ഗ്രാമത്തിൽ നിന്ന് മദ്യം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. മദ്യം നിർത്തി കഴിഞ്ഞാൽ ഇവരെല്ലാം പട്ടിണില്ല. അതെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. പക്ഷെ സുസഭാഗ്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഞങ്ങള് 10-15 സിസ്റ്റേഴ്സും അച്ഛന്മാർ അവിടെ പോയി താമസിച്ച് ജനങ്ങളെ ബോധപ്പെടുത്തി, ജനങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അങ്ങനെ നിരന്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ച് അവര് തന്നെ പറഞ്ഞു നമുക്കിത് വേണ്ട. പിന്നെ നമ്മൾ അതിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. അപ്പം അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. അപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരിലൂടെ ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന മാർഗം. അതാണ് നേതാവ്. അങ്ങനെയാണ് നേതാക്കന്മാരുണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഈ താല്പര്യമുള്ള ആളുകൾ അങ്ങനെയാണ് നേതാക്കന്മാരാകും. താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിന് വേണ്ടപ്പെട്ട ഏജൻസികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാത്തിനും ഇപ്പൊ സഹായിക്കുന്ന ഏജൻസികൾ ധാരാളം. വിദേശ ഏജൻസികളല്ല, നമ്മുടെ തന്നെ നാട്ടിലുള്ള ഏജൻസികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏജൻസികളായിട്ട് അപ്പൊ നമുക്കിടെ രൂപതകളിൽ തന്നെ ഒരുപാട് സ്വയം സംഘടനകളൊക്കെ ഉണ്ട്, സ്വയം സേവാ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ലഹരിയുടെ കാര്യമായിരിക്കാം, അതുമല്ലെങ്കിൽ മദ്യമായിട്ട് ബന്ധപ്പെട്ടത് ലഹരിയുടെ ബന്ധമാണ്. പിന്നെ വിദ്യാഭ്യാസപരമാണ് മറ്റു കാര്യമാണ് വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മുടെ ഇടവകയിലുള്ള ആളുകൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണ്, ഏത് മേഖലയിലാണ് തൊഴിൽ കിട്ടുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഒരു പക്ഷേ വിദേശത്ത് അയക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ തന്നെ മേഖലകളിൽ തൊഴിൽ കിട്ടുന്ന മേഖലകൾ എന്താണ്, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യണം. അങ്ങനെ പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് നമ്മൾ സമാന ചിന്തകരായ കുറച്ച് പേരെ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് കുറെ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആയിക്കോളും. അപ്പൊ അതിനുവേണ്ടി സമയവും നമ്മുടെ കഴിവും, സമ്പത്ത് രണ്ടാമത് ഉണ്ടായിക്കോളും. നമ്മുടെ സമയം, അതാണ് ആദ്യം എനിക്ക് നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ തയ്യാറാണ്. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി സമയം കളയാൻ തയ്യാറാണ്. സമയം കളയാലല്ല, സമയം നൽകലാണ്. അപ്പൊ അത് നൽകാൻ തയ്യാറുണ്ടോ? വഴിയുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത് സഹകരണം കണ്ടെത്താൻ വേണ്ടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. അപ്പൊ ഇറങ്ങിച്ചെന്നുകൊണ്ട് സമാന ചിന്താഗതിക്കായ ആൾക്കാരുമായിട്ട് ഈ ആശയങ്ങൾ പങ്കുവയ്ക്കുക. അങ്ങനെ പങ്കുവച്ചതിന് ശേഷമാണ് ഒരു പദ്ധതി ആസൂത്രണത്തിലേക്ക് നടക്കുന്നത്. അപ്പൊ കുറച്ചുപേരില്ലാതെ പദ്ധതി ആസൂത്രണം നടത്താൻ പറ്റില്ല. കുറച്ചുപേരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ നേതാക്കളായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചുപേരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടവകകളിലും നമ്മുടെ പ്രദേശങ്ങളിലും സമഗ്രമായ വിമോചനത്തിന്റെ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യമായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ്, നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എന്റെ മേഖലയിൽ ഞാൻ കാണുന്ന പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ ആരുമായിട്ടെല്ലാം സഹകരിക്കും, എന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും. ഇങ്ങനെ ഒരു ടാർജറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലീഡായിട്ട് തുടങ്ങും. അപ്പൊ അത് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമുക്ക് അതിനുവേണ്ടി നിരന്തരം അങ്ങനെ പോകേണ്ടി വരും. അറിയാതെ പുതിയ പുതിയ വഴികൾ ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ഈ നേതാവായിട്ട് വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കാണും. എന്താണ് ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഈ കാലഘട്ടത്തിൽ എൻ്റെ ചുറ്റുപാടുള്ള പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് എനിക്ക് ദൈവം കാണിച്ചു തരുന്നത്, അതിനുവേണ്ടി ഞാൻ ആരുടെ എല്ലാം വാതിലുകൾ മുട്ടണം, ആരെയെല്ലാം സഹകരണം തേടണം,
അങ്ങനെ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ പുറത്തുനിന്ന് ഉയർത്തുന്ന വിചാരിക്കും. നമ്മൾ തന്നെയാണ് വളരേണ്ടത്, നമ്മൾ തന്നെയാണ് ഉയരേണ്ടത്, അല്ലാതെ പുറത്തു നിന്ന് ആരും രക്ഷകരായിട്ട് വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ സമൂഹവും സമുദായവും ഒക്കെ വളരണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് വന്ന് നമ്മൾ തന്നെ അതിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കി ആർജിച്ചെടുക്കണം. അങ്ങനെ വളർച്ചയിലേക്ക് വരുന്ന ഒരു സമൂഹമായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിശീലന പരിപാടി ലക്ഷ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്നിട്ട് മാതൃകൾ പറഞ്ഞു, ഒരുപാട് മാതൃകൾ എഴുതി വെച്ചിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഓരോ വ്യക്തികളെ ഞാൻ എടുത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു, ഓരോരുത്തർ എങ്ങനെയാണ് ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ ഞാൻ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്, ഇതാണ് നിങ്ങളുടെ ആയുഷ്കാല പ്രോജക്റ്റ്. ഐ വാണ്ട് ടു ബി എ ലീഡർ, എനിക്കൊരു നേതാവായിട്ട് മാറണം. അതിനുവേണ്ടി ഞാൻ എന്റെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ എന്റെ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയാനുതകുന്ന രീതിയിൽ യേശു ചെയ്തതുപോലെ ആദ്യം അവരിൽ ഒരുവനായി മാറുക, അവളിൽ ഒരുവളായി മാറുക. അങ്ങനെ അവരിൽ ഒരുവനായിട്ട് മാറിയിട്ട് അവരോടൊപ്പം നടക്കുക, അവരോടൊപ്പം നടന്നിട്ട് അവരുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചർച്ച ചെയ്തിട്ട് അവരോടൊപ്പം ഇരുന്നുകൊണ്ട് ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ ഘട്ടം ഘട്ടമായി ഒരു 6 മാസത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിൽ അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിന് വേണ്ട സമ്പത്തും അതിനുള്ള പണമൊക്കെ അന്വേഷിക്കേണ്ടത്. അതാ ഒരു പ്രോജക്റ്റ് ഇല്ലാതെ നമ്മൾ സമ്പത്തിന് വേണ്ടി പോയിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പ്രോജക്റ്റ് ആണ്. അതുണ്ടായി കഴിഞ്ഞാൽ സമ്പത്ത് ദൈവം തരും. മദർ അങ്ങനെ ചെയ്തു. പാവപ്പെട്ടവരെ ഉന്നത ഫലത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആളുകൾ വന്നു ചേർന്നപ്പോൾ സമ്പത്ത് താനെ വന്നു. ഇന്നും ആ പ്രവർത്തനം തകർന്നു പോകാതെ ഇപ്പൊ BJP ഗവൺമെന്റ് ആയിട്ട് പോലും മദർ തെരേസയുടെ കോൺഗ്രേഷനിലുള്ള FCR അവർ കട്ട് ചെയ്തില്ല. അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി അവര് സാമ്പത്തികമായ കാര്യങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതിനുവേണ്ടി അവര് സ്വയം മാറ്റിവെച്ചു, സ്വയം നൽകിയപ്പോഴും ആ പ്രസ്ഥാനം വളർന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന രൂപതകളിലും ഇടവകളിലും ആ പ്രദേശങ്ങളിലും അവിടെയാണ് നമ്മൾ ഈ ഒരു നേതൃത്വത്തിൻ്റെതായ ശൈലി വളർത്തിയെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം, നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തും. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ള ഇമ്മാനുവേലായ ദൈവമാണ്, ഒപ്പമുള്ളവനാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഈ ഒരു 3 മാസമാണ് നമ്മുടെ ഈ കോഴ്സ്. നമ്മൾ നവംബറിൽ തുടങ്ങി ജനുവരിയിൽ അവസാന തീരുമെന്ന് പറഞ്ഞ് തീർത്തു. 300 പേര് രജിസ്റ്റർ ചെയ്തെങ്കിലും ഏകദേശം നമ്മുടെ ക്ലാസ്സുകളിൽ 100ഓളം പേരുണ്ടായിരുന്നു. അത് സന്തോഷമുണ്ട്. നിങ്ങൾ സജീവമായിട്ട് പങ്കെടുത്തതിലും വളരെ താല്പര്യം കാണിച്ചാലും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇതിലുള്ള ഓൺലൈൻ മീഡിയ ഇവിടെ ആരംഭത്തിൽ നമ്മുടെ MC സൂചിപ്പിച്ചതുപോലെ എങ്ങനെ വരുമെന്നതിനെ കുറിച്ച് നിശ്ചയമൊന്നും ഇല്ലായിരുന്നു. ദൈവം നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം വഴി കാണിച്ചു തന്നു. നമ്മൾ ചെയ്തപ്പം എല്ലാവരും സഹകരിച്ചതിന്റെ ഫലമായിട്ട് ഇതിലേക്ക് നമ്മൾ എത്തി. ഇതിന്റെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തിങ്കളാഴ്ച ഒരുമിച്ച് കൂടുമ്പോൾ ചർച്ച ചെയ്യും. അപ്പോൾ ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ മുന്നോട്ടുമായിട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രായം പരിഗണിക്കാതെ, ആരോഗ്യം പരിഗണിക്കാതെ, കഴിവ് പരിഗണിക്കാതെ, വേറെ ഒന്നും പരിഗണിക്കേണ്ട, നിങ്ങളുടെ സന്നദ്ധതയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. എന്റെ സമൂഹത്തിന് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ വളരാനും വളർത്താനും തയ്യാറാണ്. അതിനെ ഞാൻ റെഡിയാണ്. ഇതാണ് നമ്മോട് കർത്താവ് ചെയ്യുന്നത്. ആര് റെഡി? ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, റെഡിയായിട്ടും ആയിരിക്കുക, നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ജെയ്സനെ ഏൽപ്പിക്കുകയാണ്. ജെയ്സനെ എനക്കം കൂടി ഇത് പറയും. ഓക്കെ ജെയ്സൺ, വൈകിട്ടുണ്ട്. ഗിരികരച്ചന് ഒത്തിരി നന്ദി. സാധാരണ പോലെ ഇന്നും നമ്മളെ ഏറെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ വിളമ്പി തരുകയായിരുന്നു. അച്ഛന്റെ വിജ്ഞാനവും അതിനപ്പുറം ദൈവത്തിന്റെ കരസ്പർശനമേറ്റ പുരോഹിതനിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഇനിയും ഞങ്ങളെ പോലെ അനേകായിരം പേരെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന് അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏത് പരിപാടിയും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അർപ്പണബോധമുള്ള ഒരു നേതാവ് അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ ഇത്തരം ഒരു പരിപാടി KRLBC എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏറ്റെടുക്കുമ്പോൾ അത് വിജയിക്കുമോ എന്ന് ആർക്കെങ്കിലും ആശങ്കയുണ്ടായിരുന്നെങ്കിൽ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് ഉറച്ചു വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള ഒരാൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത് ശ്രീ ജെയ്സൺ സാറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ജെയ്സൺ സാർ പലപ്പോഴും ഈ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അങ്ങ് ദൂരത്ത് ബാംഗ്ലൂരിൽ ഇരുന്നു കൊണ്ടാണ് എന്നോർക്കുമ്പോൾ എത്ര വലിയ അർപ്പണ ബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുക. മാത്രമല്ല, അതിനു പറ്റിയ ഒരു ടീമിനെ ബഹുമാനപ്പെട്ട വൈദികനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തി.
ആ ടീമിലുള്ള ഓരോരുത്തരെയും ഓരോ ദിവസം വിളിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഓരോ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ നമ്മെ വീണ്ടും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള മെസ്സേജുകളായിട്ട് അനേകം മനോഹരമായ സന്ദേശങ്ങൾ അദ്ദേഹം പകർന്നു തന്നു. ആ സന്ദേശങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് തയ്യാറാക്കി ഇട്ടവർക്കും ഒക്കെ നന്ദി പറയുകയാണ്. ഒപ്പം അതിന്മേൽ പിന്നീട് നടന്ന ചർച്ചകൾ പോലും ഞങ്ങൾ എത്ര ഹൃദ്യമായിട്ടാണ് ഏറ്റെടുത്തെന്ന് അറിയാമോ? ഒത്തിരി നന്ദി ജെയ്സൺ സാർ. സഭയ്ക്ക് നിങ്ങളെ പോലെയുള്ള അൽമായ നേതാക്കന്മാരെയാണ് ആവശ്യം. ജെയ്സൺ സാറിനെ ഹൃദയപൂർവ്വം ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം നന്ദി. ഞാൻ ട്രാവലിംഗ് ആണ്, അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് കട്ടായി പോയേക്കാം. എന്നാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒത്തിരിയധികം സന്തോഷമുണ്ട്. ഈ പരിപാടി നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം ശരിക്കും ഇതിന്റെ പൂർണ്ണത വരുന്നത് 26-ാം തീയതിയിലത്തെ നമ്മുടെ പ്രോഗ്രാം കൂടി കഴിയുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണത വരുന്നത്. അതില് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് ഞാനത് മെസ്സേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 26 കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ. നമ്മളുടെ മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് നമ്മളുടെ പ്രസംഗ ഭയം വീണ്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു നല്ലൊരു വർക്ക്ഷോപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ലോയോള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഷാൽ സോളമൻ സാറാണ് കൈകാര്യം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരിയധികം ഗുണം ചെയ്യും ആ പ്രോഗ്രാം വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളപ്പോൾ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരുവാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനുശേഷം വന്നിട്ട് നമ്മുടെ ഗ്രിഗറി അച്ഛന്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ആക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മളുടെ ഗ്രൂപ്പുകൾ തമ്മിൽ നേരിട്ട് കാണാനും മറ്റുള്ള ആളുകളെ പരിചയപ്പെടുവാനും എല്ലാം അതൊരു നമ്മളൊരു വലിയൊരു 124ഓളം ആളുകളാണ് സർട്ടിഫിക്കേഷൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 124ആണോ 129ആണോ എന്നുള്ളൊരു സംശയം ഉണ്ട്. ജൂനിയർ 124ആണോ 129ആണോ ടോട്ടൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയെടുക്കുന്നതാണ്? 129 എന്ന് പറയുമ്പോഴേക്കും അതൊരു വലിയൊരു വിജയമാണ്, നമ്മളുടെ എല്ലാവരുടെയും ഒരു വലിയ വിജയമാണ്. ഇതേവരെ നടത്തിയിട്ടുള്ള പല ഏജൻസികളും ഇത് നടത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെയൊക്കെ അർപ്പണബോധത്തോടു കൂടിയാണ് നമ്മൾക്കിത് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ വന്നിട്ട് ഒത്തിരിയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കുകൾ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു. വളരെ സമ്പന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നാണ് കിട്ടിയിരുന്നത്. അവർ പലപ്പോഴും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാണ് ഇത് മറ്റുള്ള അതേപോലെ തന്നെ വേറെ ഒരെണ്ണമായി മാറും എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് വന്നിരുന്നത്. ബട്ട് ഈവൻ ദെൻ ആ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം ഉണ്ടായതുകൊണ്ട് ഞാൻ ശരിക്കും വൈകാരികപരമായിട്ട് പറഞ്ഞു പോകും. അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയതിന്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു പിന്തുണ തന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പൊ ഈ 125 പേരുടെ ആ ഒരു അർപ്പണ മനോഭാവം അവര് കാണിച്ചത്, അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതില് ഒരു 60% മേളിലുള്ള ആളുകൾ ടോട്ടൽ 10 അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെ ഒരു വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും 26-ാം തീയതി നമ്മൾ മീറ്റ് ചെയ്യണം. നമ്മൾക്കിതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിക്കണം. നമ്മൾക്ക് വീണ്ടും കണ്ട് നമ്മൾക്ക് നമ്മളുടെ സ്നേഹങ്ങൾ പങ്കുവയ്ക്കാം. പിന്നെ എവിടുന്ന് നമ്മൾ എങ്ങോട്ട് മുന്നിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾക്ക് അന്ന് തീരുമാനിക്കുകയും ചെയ്യണം. വീണ്ടും നമ്മളുടെ ഈ ഒരു ചെറിയ ഗ്രൂപ്പ് 129 പേരടങ്ങുന്ന ഗ്രൂപ്പ് വീണ്ടും അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് നമ്മളുടെ ഈ യാത്ര തുടരാം. സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്ലോർ ഓപ്പൺ ആക്കി വെക്കുകയാണ്. നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. താങ്ക് യു ജെയ്സൺ സാർ. ജെയ്സൺ സാറിന് ഞങ്ങളുടെ എവരുടെയും നന്ദി അറിയിക്കുന്നു. നന്ദി നമ്മൾ പറയേണ്ടത് ഒത്തിരി പേരോടാണ്.
സർവശക്തനായ ദൈവം മുതൽ ഇന്ന് വരെ നമ്മളെ നയിച്ച മുഴുവൻ പേരോടും. 26-ന് നമ്മൾ ഒരുമിച്ച് കൂടും എന്ന പ്രതീക്ഷയോടുകൂടി സ്നേഹപൂർവ്വം ഏവർക്കും നന്ദി പറയാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ നല്ല വാക്കുകൾ നമുക്ക് എല്ലാവർക്കും പകർന്നു തരാൻ ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ സിമി ആന്റണിയെ ക്ഷണിക്കുകയാണ്. ഒരു മിനിറ്റ് അച്ഛനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രീറി അച്ഛനോട് ചോദിക്കാം. നമുക്കൊരല്പസമയം ചില ആൾക്കാരൊക്കെ ചെറിയ രണ്ടും നമുക്ക് സംസാരിച്ച് തന്നായിരിക്കും. ഞാനിപ്പോ ഈ ക്രിസ്മസ് സന്ദേശം തന്നെ നോക്കിയപ്പോൾ 45ഓളം പേര് തന്നിട്ടുണ്ട്. എത്രയും പേർക്ക് സമ്മാനം കൊടുക്കണമെന്ന് വെച്ചപ്പോ ഓക്കെ. അപ്പൊ നിങ്ങൾക്കെല്ലാം സമ്മാനം തരുന്നതാണ്, എല്ലാവരും വരണം. പിന്നെ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അപ്പൊ നമ്മുടെ ആ ദിവസത്തെ മീറ്റിംഗ് നമുക്ക് സജീവമാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ജേസൺ സൂചിപ്പിച്ചതുപോലെ നമ്മള് 10 മണിക്ക് തന്നെ സെഷൻ ആരംഭിക്കും. 9:30 എത്തണം. 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ റിസോഴ്സ് പേഴ്സന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും പരസ്പരം ഒന്ന് പരിചയപ്പെടാനും അടുത്ത് ഇടപെടാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അവിടെ ഗ്രൂപ്പായിട്ടൊന്ന് കാണാനും പരസ്പരം ഒന്ന് കാണാനും പറയാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ പൊതുസമ്മേളനം നടത്തുന്നത്. ആഹാരം കഴിഞ്ഞതിന് ശേഷം പൊതുസമ്മേളനത്തിന് നമുക്കിപ്പം 2 പ്രധാനപ്പെട്ട അതിഥികളുള്ളത്. നമ്മുടെ വാലങ്കൽ പിതാവാണ് അധ്യക്ഷനായിരുന്നുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എറണാകുളത്തെ MLA ആണ് നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ളത്. പിന്നീട് KLCC ജനറൽ സെക്രട്ടറി ജിജു അച്ഛനുണ്ടാവും. പിന്നെ ഇതിന്റെ വിദ്യാഭ്യാസ കമ്മീഷന്റെ സെക്രട്ടറിയായ അഭിലാഷ് ഗിരിഗിരി അച്ഛനുണ്ടാവും. പിന്നെ നമ്മൾ തന്നെ 1-2 പേര് ചെറിയ ചെറിയ പ്രഭാഷണം നടത്താം. അങ്ങനെ നമ്മൾ 1.5 മണിക്കൂർ വരുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് എല്ലാവരും സജീവമാക്കാൻ വേണ്ടി ഉണ്ടാകണം. നല്ല രീതിയിൽ നമുക്ക് അത് ഒരു അനുഭവമായിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ ആ ഒരു 12 മണിക്കുള്ള ഒരു സെഷനാണ് നമ്മൾ കൂടുതലും ഭാവി പരിപാടികളൊന്ന് ചർച്ച ചെയ്തത്, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള കാര്യം. അപ്പൊ അത് ആ സമയത്ത് നമുക്ക് ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പറയാം. നമുക്ക് എന്നിട്ട് സമാപിപ്പിക്കാം. എന്നിട്ട് നന്ദിയിലേക്ക് ഇറങ്ങാം. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഏത് സമൂഹത്താണ് ആ സമൂഹമായിട്ട് ഇടചേർന്നത്. അതെനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ മിഷന് പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശിച്ചായിരുന്നു നമ്മൾ എവിടെ ചെന്നാലും അവരുമായിട്ട് മിങ്കിൾ ചെയ്യണം. ചിലപ്പോൾ അവരെന്ത് ആഹാരമോ പാനീയോ കുടിക്കാൻ നമ്മൾ ഒരിക്കലും നിരസിക്കുക. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് അവർ ചെവി കൊടുക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഏത് സമൂഹത്തിലാണോ പോകുന്നത് ആ സമൂഹമായിട്ട് മിങ്കിൾ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് വന്നിട്ട് നമ്മുടെ ഉദ്ദേശം ഫലമാവുകയെന്ന് അങ്ങനെ ഉദ്ദേശിക്കുന്നത് അവിടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റും. അച്ഛൻ സ്വീകരിച്ച നമ്മൾ എവിടെയാണോ അവരും ഒരു നിർദ്ദേശമാണ്. നന്ദി അച്ഛൻ. ആരെങ്കിലും ഫീഡ്ബാക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. മീറ്റിങ്ങിലൊന്നും വരാത്ത ആൾക്കാർക്ക് വല്ല ഫീഡ്ബാക്ക് വല്ലതും ഉണ്ടെങ്കിൽ പറയാം. പ്രസംഗ ഗ്രൂപ്പല്ലേ, നിങ്ങൾ സംസാരിക്കേണ്ട ആൾക്കാരല്ലേ? 50 പേരുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലിയൻ സാർ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങും. ജൂലിയൻ സാറേ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങും എന്ന് പറഞ്ഞായിരുന്നു. ഇതുണ്ടല്ലോ. അതെ, എനിക്ക് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് വ്യക്തമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഓർഗനൈസ് ചെയ്ത എല്ലാവരുടെയും ഫിസിലിറ്റിയും അവരുടെ ഇതിനോടുള്ള കമ്മിറ്റ്മെന്റുമാണ്. ആണെങ്കിലും ജേസൺ സാർ ആണെങ്കിലും ജൂലിയൻ സാർ ആണെങ്കിലും എത്ര സ്നേഹത്തോടും എത്ര ആത്മാർത്ഥതയോടുമാണ് അവർ ഏറ്റെടുത്ത കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ മെയിൻ ഗ്രൂപ്പില് 15 പേരുള്ള ഗ്രൂപ്പാണ്. എത്ര രസകരമായിട്ടും എത്ര സന്തോഷകരമായിട്ടാണ് ആ ഗ്രൂപ്പ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സബ് ഗ്രൂപ്പുകളാണെങ്കിൽ കുടുംബം പോലെയാണ്. ഞാൻ 1ാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോ എല്ലാവരും ഭയങ്കര കുടുംബം പോലെയാണ്. ഞങ്ങൾ സുഹൃത്തുക്കളെക്കാളും നമ്മുടെ തൊട്ടടുത്ത ഒരു സഹോദരൻ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സഹോദരി പോലെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അപ്പൊ അതൊക്കെ ഒത്തിരി സന്തോഷകരമാണ്. അത് അങ്ങനെയൊക്കെ ആവാൻ കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ നിൽക്കുന്ന 3 പ്രത്യേകമായ ആ ചൈതന്യമാണ് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും പടരുന്നത്. പൂമ്പൊടി ഏറ്റ് കിടക്കുമ്പോൾ ഉണ്ടാകുമല്ലോ ഒരു സൗരഭ്യമൊക്കെ എന്നൊക്കെയാണ് ഞങ്ങൾ കരുതുന്നത്.
ഞങ്ങളുടെ കൂട്ടത്തില് വളരെ ചെറിയ ഒരു കുട്ടി കൂടി ഉണ്ട്, ബിടെക് പഠിക്കുന്ന ഒരു ചെക്കൻ അഖിൽ കൂടെ ഉണ്ട്. അവൻ പോലും എത്ര സ്നേഹത്തോടും സന്തോഷത്തോടുമാണ് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കുട്ടികളും നമുക്ക് മാതൃകകളാണ്. ഗ്രിഗറി അച്ഛനെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭനായ നല്ല വാഗ്മിയായ ഭാഷാ പല പല വിഷയങ്ങളും അച്ഛൻ പാണ്ഡിത്യമുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളുടെ സാന്നിധ്യവും നേതൃത്വവും ഒക്കെ ഞങ്ങൾ ഒത്തിരി ഒത്തിരി വിലമതിക്കുന്നു. ഇനിയും നമ്മുടെ ലൈഫ് ചേച്ചി പറഞ്ഞ പോലെ ഒത്തിരി പേരെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ഈ ഒരു മുന്നേറ്റത്തിന് സാധിക്കട്ടെ. താങ്ക് യു. ഇനി ആർക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ബഹുമാനപ്പെട്ട ഗ്രിഗറിയച്ച, ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങളെ തുടങ്ങിയ ഇതിൽ നിന്ന് വളരെ ആവേശത്തോടുകൂടി തന്നെ ഈ പരിപാടി പൂർത്തീകരിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പലപ്പോഴും ഇതിൽ നിന്ന് ഇത് നേതൃത്വം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമാണല്ലോ. അപ്പൊ ഇത് ഏറ്റെടുത്താല് നാളെ എന്തൊക്കെ ഉത്തരവാദിത്വമാണ് നമുക്ക് നേരിടേണ്ടി വരിക എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്മാറിയാലോ എന്ന് വരെ ആലോചിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നേതൃത്വ നിരയിലുള്ളവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചിലതെങ്കിലും, നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കയ്യൊപ്പുകൾ ഇവിടെ വെച്ചിട്ട് പോകണമെന്നാണല്ലോ പറയുന്നത്. അപ്പം വലുതല്ലെങ്കിലും ചെറുതായെങ്കിലും ഒരു കയ്യൊപ്പ് വെച്ച് പോവാൻ ഇതിലൂടെ ഞങ്ങളെ നയിക്കണം, വീണ്ടും നയിക്കണമെന്ന്, അത് പ്രാർത്ഥനയിലൂടെയും വാക്കുകളിലൂടെയും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്തണം ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രകളിൽ എന്നൊരു അപേക്ഷയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെയ്സൺ സർ വളരെ വികാരാതീതനായി പറയുന്നത് കേട്ടു. ഇത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുമോ? കാരണം വെച്ചാൽ ഇതുപോലുള്ള 1-2 പ്രോഗ്രാമിന് ഞാൻ മുമ്പ് വന്നത് തുടങ്ങിയതെടുത്ത് തന്നെ അവസാനിച്ച പോലെയുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ട് കണ്ടത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആണ് ഇപ്പോൾ ഈ ഒരു സംരംഭം നടന്നിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവുമാണ്. അപ്പോൾ ഞങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കണമേ പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ നല്ല വാക്കുകളിലൂടെയും എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇതിൽ ധാരാളം ഫാദേഴ്സ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ആത്മീയമായിട്ടുള്ളതും ചിന്താപരമായിട്ടുള്ളതുമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഇത്രയും നന്നായി അവസാനിപ്പിക്കുവാൻ സർവേശ്വരൻ അനുവദിച്ചതിനെ ഓർത്തും എല്ലാവർക്കും, ജിഷ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങള് ഇപ്പൊ ജിഷ ഒരു സഹോദരിയെ പോലെയായി മാറുകയാണ്. പലപ്പോഴും ജിഷയുടെ ആ രീതികളൊക്കെ എനിക്ക് ഒത്തിരി എന്താ പറയാ, അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ ഗുണങ്ങള് ഞങ്ങളിലേക്കൊക്കെ തന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഇതുപോലുള്ള പലതും പറയുവാനുണ്ടാകും. അപ്പം നല്ലൊരു ഇനീഷ്യേറ്റീവ് ചെയ്ത ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇത്രയും സ്നേഹം നിറഞ്ഞ ഗ്രിഗറി അച്ഛ, ജെയ്സൺ സാർ, എല്ലാ ഗ്രൂപ്പിലെ അനിമേറ്റേഴ്സ്, ഗ്രൂപ്പ് 2-ലുള്ള എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ കൂടെയുള്ള പഠിതാക്കളെ, ഞാനിപ്പോ ഉള്ളത് ഇടുക്കിയിലാണ്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതായത് എനിക്കിനി എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം, പക്ഷെ അതിനു വേണ്ടി വേറൊരാള് എന്നെ സഹായിച്ചാൽ നല്ലതായിരിക്കും എന്ന് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ജോലി ചെയ്യുന്നിടത്ത് എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് വേണ്ടി കുറച്ചു നേരം സമയം ചെലവിട്ട് എന്നെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഇതിനെ പറ്റി ആദ്യമായി അറിയുന്നത്. അത് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ചിലപ്പോ ഇതായിരിക്കും എന്റെ മുൻപില്, എനിക്കിനി മുന്നിലേക്ക് വരാനുള്ള ഒരു വഴി ഇതായിരിക്കും എന്നൊരു തോന്നുന്ന ഒരു സമയത്താണ്
ഞാൻ പ്രസംഗ പരിശീലനത്തിന് ചേരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എനിക്ക് മനസ്സിലായി, നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ആരോ ഒരാൾ എവിടെയോ ഉണ്ട്. അത് കേരളത്തിലുള്ള ലത്തീൻ സമുദായ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഈ വരുന്ന 10 അസൈൻമെന്റും ക്രിസ്മസ് അസൈൻമെന്റും ആയിട്ട് ഓരോന്നും പൂർത്തീകരിക്കുമ്പോൾ ഓരോ ആഴ്ചയിലും ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലുള്ള ഓരോ പ്രവർത്തനത്തിനെയും മുന്നിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഉൾവലിഞ്ഞു പോകേണ്ടവരല്ല, നമ്മൾ മുന്നിലേക്ക് വരുന്നവരാണ് എന്നുള്ളൊരു തോന്നല് എനിക്കും എൻ്റെ കൂടെയുള്ള ഓരോരുത്തർക്കും ഉണ്ടാക്കി തന്നത് ഗ്രിഗറി അച്ഛനും ഈ കൂടെയുള്ള ഓരോ അധ്യാപകരുമാണ്. ഓരോ പ്രസംഗങ്ങൾ, കൂടെയുള്ള ഓരോരുത്തരുടെ ഓരോ പ്രസംഗങ്ങളും നേതൃത്വ പരിശീലനത്തിലോട്ടുള്ള അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മെയിൻ ഗ്രൂപ്പിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുമ്പോഴും അത് ഓരോന്നും വായിക്കുകയും അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലായി, അതായത് നമ്മൾ നന്നായി വരണമെന്ന്, നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെടണമെന്നുള്ള ക്ലാസ്സുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ഏറെ പ്രത്യേകിച്ച് ഗ്രിഗറി അച്ഛന്റെ ക്ലാസ്സുകളിൽ അച്ഛൻ പറയാറുണ്ട്, നമ്മളൊരു പ്രസംഗം അവസാനിക്കുമ്പോൾ ഏതാണോ ഒരു വിഷയം അതിന്റെ അവസാനം നമ്മൾ കൂട്ടിച്ചേർക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതിനോടൊപ്പം ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഒരു കാര്യം നമ്മൾ പറയുവാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഗ്രിഗറി അച്ഛൻ. അത് ഞാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു കാര്യം വരുമ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയും, നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്, അത് ചെയ്യുവാനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നത് ഗ്രിഗറി അച്ഛനാണ്. ഓരോരുത്തരും കൂട്ടായ്മയോടുകൂടെ നിന്ന് നീണ്ട ഇത്രയും നാൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനായി ഇതിനുവേണ്ടി പ്രവർത്തിച്ച ജൂലിയൻ സാറിനും മറ്റ് അനിമേറ്റേഴ്സിനും ഇതുവരെ സഹകരിച്ച സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ, നമുക്ക് നന്ദിയിലേക്ക് പോകാതിരിക്കാം, വൈകിയല്ലോ ഒത്തിരി. നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പൊ എല്ലാവരെയും തിങ്കളാഴ്ച പ്രതീക്ഷിക്കുന്നു. അപ്പൊ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി സിമി ആന്റണിയെ ക്ഷണിക്കുന്നു. ഒരു സെക്കൻഡ് അച്ഛാ, ഒരു കാര്യമേ, നമ്മുടെ ക്ലാസ്സിന് ഈ ബുക്ക് പേപ്പർ അങ്ങനെ എന്തെങ്കിലും പേന അതെല്ലാം കൊണ്ടുപോകുന്ന ക്ലാസ് എഴുതിയെടുക്കേണ്ട ഒരു ക്ലാസ് ആണോ? തീർച്ചയായിട്ടും അത് കൊണ്ടുവരണം. നോട്ട്സ് ബുക്ക് പേന കൊണ്ടുവരണം. കാരണം മറ്റേ മനഃശാസ്ത്ര ടിപ്സുകളിൽ അതിന്റെ ആ സെഷനിൽ വന്നിട്ട് തീർച്ചയായിട്ടും നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നമ്മുടെ കാൽസിസിൽ ചെറിയ ലെറ്റർ പാഡ് ഉണ്ട്, അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ നോക്കണം. ഞാൻ ഇവിടെ ബാക്കി ഓഫീസിൽ നോക്കാം. അത് തിരക്ക് തിരക്കതില്ല, ഒരു 120 പേരല്ലേ, അത് ഉണ്ടാവുമായിരിക്കും. അത് കുഴപ്പമില്ല. പിന്നെ തലേ ദിവസം 4:30 ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരിക, ഞങ്ങളുണ്ടാകും. ഇപ്പൊ കുറച്ചുപേര് വരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഞായറാഴ്ച 4:30 മുതൽ 5:30 വരെ സെയിന്റ് ആന്റണി സ്കൂളിൽ നമുക്ക് രാവിലെ രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പൊ കുറച്ചൊരു ടീം ഉണ്ടായെങ്കിലേ അടുത്തുള്ളവര്, എറണാകുളത്തിന്റെ പരിസരത്തുള്ളവരും 4:30 ആകുമ്പോൾ ഞാൻ അവിടെ സ്കൂളിൽ ഗേറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ 4:30 അടുത്തുള്ളവരെത്തി. കുറച്ചുപേര് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സിമി ആന്റണിയൊക്കെ അടുത്തുള്ളവരാണ്, അവർക്ക് വരുമായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക, പങ്കെടുക്കാനായിട്ട് അവിടെ തലേദിവസം എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓവർ ടു യു ലൈസ ചേച്ചി. ഓക്കെ, അപ്പൊ നന്ദി പറയുന്നതിനായിട്ട് സിമി ആന്റണിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്നേഹ ബഹുമാന ഗ്രിഗറി അച്ഛ, ബഹുമാനപ്പെട്ട ജെയ്സൺ സാർ, ജൂലിയൻ സാർ, ബാബു ജോൺ സാർ, KRLCBC ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട അനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ സഹപഠിതാക്കളെ, സ്വന്തം ശബ്ദത്തെ ശക്തിയാക്കി മാറ്റി സ്വയം വളരുവാനും നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുവാനും ലക്ഷ്യം വെച്ച് കൂട്ടുചേർന്ന നമ്മുടെ ഈ സീസണിലെ വെള്ളിയാഴ്ച ക്ലാസുകൾ 14-ാം രാവിൽ ഏറെ തിളക്കത്തോടെ ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ സെഷൻ അവിസ്മരണീയമാക്കിയതിന് എല്ലാവരോടും നന്ദി പറയുന്ന കടമയിലേക്ക് ഞാൻ കടക്കട്ടെ. നല്ല നേതാവെന്നാൽ വ്യക്തിത്വത്തിൽ മാന്യത വളർത്തി
പൊതുനന്മ ഉന്നം വെച്ച് ഐക്യബോധത്തോടെയും സംരക്ഷണ മനോഭാവത്തോടെയും സ്വയം ശാസനയിൽ വളർന്ന് ആന്തരിക പരിവർത്തനത്തിലൂടെ അണികളെ നിസ്വാർത്ഥമായി ചേർത്ത് നിർത്തുന്നവരാവണം എന്നും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നവർ ആയിരിക്കണം എന്നും പറഞ്ഞു തന്ന ഞങ്ങളുടെ പ്രിയ ഗ്രിഗറി അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അടുത്തതായി ജെയ്സൺ സാർ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഗ്രൂപ്പിലും ക്ലാസ്സുകളിലും സൗഹൃദ സംഭാഷണങ്ങളിലും പൊലിപ്പിച്ചെടുത്ത സ്വപ്നങ്ങൾ താമ്പൊട്ടും ചേർന്നു പോകാതെ ലളിതവും ആകർഷകവുമായി വളരെ വികാരനിർഭരമായി ക്രോഡീകരിച്ച് ഉപസംഹാര പ്രസംഗം നടത്തിയതിന് എല്ലാവരുടെയും പേരിൽ ജെയ്സൺ സാറിന് ഒത്തിരി നന്ദി. ക്ലാസുകൾക്കും സന്ദേശങ്ങൾക്കും ഒപ്പം തന്നെ ഞങ്ങളെ സദാ പ്രോത്സാഹിപ്പിച്ചും ചേർത്ത് പിടിച്ചും മുന്നോട്ട് നയിക്കുന്ന ജൂലിയൻ സാർ, ബാബു ജോൺ സാർ, സിസ്റ്റർ ജിയോ, ഓരോ ഗ്രൂപ്പിലെയും കോർഡിനേറ്റേഴ്സ്, അനിമേറ്റേഴ്സ്, എല്ലാവരോടും ഞങ്ങളുടെ തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി സെഷൻ തുടങ്ങുന്നത് മുതൽ തീരും വരെ ഇമചിമ്മാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശബ്ദവും ശ്രവണവും ഉറപ്പുവരുത്തുവാൻ ഗൂഗിൾ മീറ്റിന്റെ വേദി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഏകോപന സമിതി അംഗങ്ങൾ, ഈ സെഷൻ ഏറ്റവും ഭംഗിയാക്കുവാൻ ഏറ്റവും നല്ല സംഘാടകയായി നിലകൊള്ളുന്ന സിസ്റ്റർ ബ്രിജിതം തുടങ്ങി എല്ലാ പിന്നണി പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരുടെയും പേരിൽ ഒത്തിരി നന്ദി. കൂടാതെ ഈ സെഷന്റെ MC ആയ ശ്രീമതി ലൈസ റോയ്, ആമുഖ പ്രാർത്ഥന നടത്തിയ ശ്രീമതി വസന്ത, സ്വാഗത പ്രസംഗം ആശംസിച്ച ശ്രീമതി രേഷ്മ, സമാപന പ്രാർത്ഥന നടത്തുവാൻ പോകുന്ന ശ്രീമതി ജാൻസി പി ജോർജ് എന്നിവർക്കും ഔപചാരികതയുടെ പേരിൽ ഒരുപാട് നന്ദി. ഇനി നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളോട് ഓരോരുത്തരോടുമാണ്. പെരുമാറ്റത്തിൽ സൗഹൃദത്തിന്റെ ഉണർവും ചിന്തകളിൽ പ്രത്യാശയുടെ ഉണർവും കൊണ്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. എൻ്റെ പ്രിയ സഹപാഠികളെ, നിങ്ങളുടെ സജീവ പങ്കാളിത്തവും പൂർണ്ണ സാന്നിധ്യവും തന്നെയാണ് ഈ സെഷന്റെയും വിജയം. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടാതെ ജനുവരി 26 നടത്തപ്പെടുന്ന നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ പരിപാടി ഉപേക്ഷ വിചാരിക്കാതെ എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും നേരിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സിനിയുടെ നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. ജീവിതം മുഴുവൻ പ്രാർത്ഥനയോടുകൂടി തിരുസന്നിധിയിലായിരിക്കാൻ കഴിയുക, അവന്റെ കയ്യിലെ പുല്ലാങ്കുഴൽ ആയി മാറുക എന്നത് എന്തു മനോഹരമാണ്. നമ്മൾ വചനമായ ദൈവത്തിന്റെ വാക്കുകളെ വാക്യങ്ങളാക്കി, വാക്യങ്ങൾ കോർത്തിണക്കി ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ നടത്താൻ ഒരുങ്ങുകയായിരുന്നു. ഈ ദിവസങ്ങളൊക്കെ മാംസം ധരിച്ച വചനം അവന്റെ ആത്മാവിനാൽ നമ്മെ നയിക്കുകയായിരുന്നു. നമ്മളെ ഇങ്ങനെ വഴി നടത്താൻ, നമ്മൾ ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഗ്രിഗറി അച്ഛന്റെയും ജെയ്സൺ സാറിന്റെയും ജൂലിയൻ സാറിന്റെയും നേതൃത്വത്തിൽ ആനിമേറ്ററും കോർഡിനേറ്ററുമായി ഈ കൂട്ടായ്മയിൽ ഒത്തിരി പേരെ പരിചയപ്പെടാൻ സാധിച്ചു. സഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ അരൂപി ഉണ്ടാക്കാൻ സാധിച്ചു. തുറന്ന് സംസാരിക്കാൻ സാധിച്ചു. സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു.
നമ്മുടെ പ്രഭാഷണത്തിലെ കുറവുകളും നിറവുകളും എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചു. ഈ പരിശീലന പരിപാടിയുടെ അവസാന യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. സമയം കടന്നുപോയത് അറിഞ്ഞില്ല എന്ന് തോന്നുമാറ് അത്രയും ഗുണകരവും ഫലസമൃദ്ധമായ 3 മാസങ്ങൾ നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ചു. ഇവിടെ നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ നല്ല കുറച്ച് ഓർമ്മകളും പുതിയ അറിവുകളും ചിന്തകളും കൂടെ കരുതാം. നാനാ ഭാഗത്തു നിന്നും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഈ പരിശീലന പരിപാടിയെ വിജയകരമാക്കിയ എല്ലാ ഗ്രൂപ്പിലെയും പഠിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിലയേറിയ സമയം ചെലവഴിച്ച ഗ്രിഗറി അച്ഛനെയും ജെയ്സൺ സാറിനെയും ജൂലിയൻ സാറിനെയും ഗ്രൂപ്പിന്റെ ആനിമേറ്റർ കോർഡിനേറ്റർമാരെയും ഞങ്ങളുടെ അസൈൻമെന്റ് എല്ലാം ശരിയായ രീതിയിൽ വിലയിരുത്തി ഫീഡ്ബാക്ക് നൽകുന്ന പ്രത്യേകിച്ച് 3-ാം ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ ബിജു സാറിനെയും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാന പ്രാർത്ഥനയ്ക്കായി ശ്രീമതി ജാൻസി ജോർജിനെ ക്ഷണിക്കുന്നു. ജാൻസി. ജാൻസി ഇല്ലേ? ഉണ്ടല്ലോ ജാൻസി ഉണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ടാണ്. ജാൻസി ജോർജ്. ഓക്കെ ഫൈൻ. പിതാവായ ദൈവമേ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നറിയിച്ചത് ഈശോനാഥ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിപാലകനായ ദൈവമേ, KRLC-BCയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലീഡർഷിപ്പ് പരിശീലനത്തിലൂടെ ഞങ്ങളുടെ സമുദായത്തെ സമുദ്ധരിക്കുന്നതിനായി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രിഗറി അച്ഛനെയും ജെയ്സൺ ആദപ്പള്ളി സാറിനെയും ജൂലിയൻ സാറിനെയും 8-ാം ഗ്രൂപ്പിന്റെ ആനിമേറ്ററായ സിസ്റ്റർ ബ്രിജിത മേരിയെയും മറ്റെല്ലാ ആനിമേറ്റേഴ്സിനെയും അങ്ങേ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന 8-ാം ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളെയും, പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെയും ഇതിന്റെ ഭാഗമാകാൻ കഴിയാത്തവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അറിവും ധൈര്യവും കഴിവും പൂർണ്ണമായും സമുദായ സമുദ്ധരണത്തിനായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയും അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ ഞങ്ങളെ നയിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനും നിത്യനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. Okay, thank you, sir. Good night. Thank you.